ാണ് റിപ്പോർട്ടർ ഇമ്പാക്ട്. വീട് നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ബിൽഡിംഗ് കോൺട്രാക്ടർ കിഷോർ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി വീട് നിർമ്മാണത്തിന്റെ പേരിൽ കരാറുണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വിവിധയിടങ്ങളിൽ പോലീസ് കേസെടുത്തിരുന്നു. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു തട്ടിപ്പുകാരനെ കൂടി നമ്മൾ പൊക്കിയല്ലേ? അതെ സുജയ, നമ്മൾ കാര്യമായി തന്നെ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആളെയല്ല 100-100-ലധികം ആളുകളെ ബാധിച്ചൊരു വിഷയമായിരുന്നു. അതായത് വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് കരാർ വാങ്ങുന്നു, അതിന് പിന്നാലെ ആദ്യഘട്ട പണിയെല്ലാം പൂർത്തിയാക്കുന്നു, പക്ഷെ പിന്നീട് പണി പൂർത്തിയാക്കാതെ പോകുന്നു, ഈ പണം വാങ്ങി മുങ്ങുന്നു എന്നുള്ളതായിരുന്നു ഇയാളുടെ രീതി എന്ന് പറയുന്നത്. അതായത് അൽ മനാഹൽ ബിൽഡേഴ്സിനെതിരെയാണ് ഇത്തരമൊരു പരാതി വന്നിരുന്നത്. അന്ന് തന്നെ നമ്മളും ഈ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2 മാസത്തിനകം തന്നെ പണി പൂർത്തിയാക്കി നൽകാമെന്നുള്ളതൊക്കെയായിരുന്നു നമ്മളോടും പ്രതികരിച്ചിരുന്നത്. പക്ഷെ എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നാലെ തന്നെയാണ് ഇവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും പലയിടങ്ങളിലായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇയാൾ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. അതായത് വീണ്ടും മറ്റൊരു കമ്പനി കൂടി തുടങ്ങി ഇതേ രീതിയിലുള്ള തട്ടിപ്പ്, അൽമനാഹൽ ബിൽഡേഴ്സ് കമ്പനി തട്ടിപ്പ് നടത്തുന്നു എന്ന ആളുകൾക്ക് മനസ്സിലായി എന്നതുകൊണ്ട് മറ്റൊരു കമ്പനിയുടെ പേരിൽ മറ്റൊരു തട്ടിപ്പ് കൂടി ഇയാളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതുകൂടി പോലീസ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ, ഇപ്പോൾ ചിങ്ങവനം പോലുള്ള ഇടങ്ങളിൽ പരാതി നൽകിയിട്ടും കേസ് എടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ പരാതിക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി കൃത്യമായി എത്ര പേർക്ക് പണം കിട്ടാറുണ്ട്, അവർക്ക് എങ്ങനെ പണം തിരിച്ചു നൽകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. അങ്ങനെ പണം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പരാതിക്കാരുമുള്ളത്. സുജയ, ഓക്കെ, സുനിഷ അയലൂരാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ തട്ടിപ്പിനിരയാക്കിയവരുടെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. അതിലിപ്പോൾ അവർക്ക് നീതി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.